നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞങ്ങൾ നേരത്തെ വീട്ടിൽ വന്നപ്പോ ഈശ്വരനെ കൂട്ടുപിടിച്ച് അതൊക്കെ പറഞ്ഞപ്പോ നിങ്ങളോട് എനിക്ക് ബഹുമാനം തോന്നിയിരുന്നു. ഞങ്ങൾ പറഞ്ഞ ആവശ്യം പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴും അതേ ബഹുമാനം മനസ്സിലുള്ളതുകൊണ്ടാ നിർബന്ധിക്കാതെ ഇങ്ങ് പോകുന്നതും. എന്നിട്ടിപ്പം മനസ്സിലായി ഞങ്ങൾ കരുതിയതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന്. എത്ര തന്നു ധനുഷ് ഞങ്ങളോട് പറ്റില്ലെന്ന് പറഞ്ഞതിനും ഇപ്പൊ വന്ന് ഞങ്ങളെ വിദ്യാക്കിയിട്ട് പോകുന്നതിനും. നിങ്ങളുടെ സംശയം ശരിയാ. ധനുഷ് എനിക്ക് പണം തന്നു, 1,00,000 രൂപ തന്നു. പക്ഷേ അതിൽ തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ നിങ്ങളോട് കള്ളം പറഞ്ഞില്ല. ഈശ്വരന് നിരക്കാത്തതൊന്നും ഞാൻ ചെയ്തിട്ടുമില്ല. സ്നേഹിച്ചവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കട്ടെന്നേ. എന്തിനാ വാശിയും വൈരാഗ്യവുമൊക്കെ? തിരുമേനി, 1,00,000 രൂപയുടെ നന്ദിയെ തിരുമേനി അവിടെ കാണിച്ചാൽ മതി. ഉപകാര സ്മരണം നിറഞ്ഞ ഉപദേശം ഇവിടെ ആവശ്യമില്ല. എന്നാ പിന്നെ തിരുമേനി ചെന്നാട്ടെ. ഇയാളെന്താ ജാതകം നോക്കി തീർന്നില്ലേ? കൈ നീട്ടി വാങ്ങിയതിന്റെ കൂറ് കാണിക്കാൻ വന്നതാ. ഞാൻ അറിഞ്ഞു. ഇപ്പൊ പോയ ജോൽസന്റെ വീട്ടിൽ ക്ഷണിക്കപ്പെടാത്ത 2 അതിഥികൾ ചെന്ന കാര്യം. എന്നാലും ലോകത്ത് ആരും ചെയ്യാത്ത ഈ തറവേല ആരുടെ തലയിലാ ഉദിച്ചത്? നിന്റെയോ അതോ നിന്റെ ഭർത്താവിന്റെയോ? ആരുടെ തലയിലായാലും അങ്ങനെയൊന്ന് ശ്രമിച്ചു നോക്കിയതുകൊണ്ടല്ലേ ജോൽസിനെ വരെ വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ളവരോടാണ് മത്സരിക്കുന്നതെന്ന് മനസ്സിലായത്. 2 ദിവസത്തെ കാലാവധി ഞാൻ കൊടുത്തിരുന്നു കൂട്ടുകാരന്. ആ 2 ദിവസത്തിന് വേണ്ടി പല വേലകളും ചെയ്യുമെന്ന് അറിഞ്ഞു തന്നെയാ കൊടുത്തത്. 2 ദിവസം കഴിഞ്ഞാലും ധനുഷ് ഇവിടെ തന്നെ കാണും. മാലയുടെ തെളിവെന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ ഒന്നും കൂടി കേട്ടോ, നീ മുടക്കാൻ നടക്കുന്ന ഈ വിവാഹം ഉണ്ടല്ലോ, അത് പറഞ്ഞ സമയത്ത് വലിയ ആഡംബരമായിട്ട് തന്നെ നടക്കും. മുടക്കുന്നത് പോയിട്ട് നിന്നെ ആ പരിസരത്ത് അടുപ്പിക്കില്ല ഞാൻ. അതിന് അങ്ങനെ ഒരു പരിസര അന്തരീക്ഷം ഉണ്ടായെങ്കിലല്ലേ? അത്രയും പ്രിയപ്പെട്ടവനെ മറ്റൊരു പെൺകുട്ടിക്ക് വിട്ടുകൊടുത്ത് വലിയൊരു ത്യാഗം ചെയ്യാനൊന്നും നിങ്ങൾ മുതിരണ്ട. അവന് പറ്റിയ ആള് നിങ്ങൾ തന്നെയാണ്. 2 പേരുടെയും ജാതകം എടുത്ത് ജോൾസിനെ കൊണ്ട് നോക്കിച്ചാ 10ൽ 10 പൊരുത്തം ഉണ്ടാവും. ധനുഷ് ഇവിടുന്ന് പോവാതെ വിവാഹമായിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശമെങ്കിൽ എനിക്കറിയാം എന്ത് വേണമെന്ന്. നിങ്ങൾ വിവാഹം നടത്താൻ ശ്രമിക്കുക, അത് മുടക്കാൻ ഞാനും ശ്രമിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.